ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായർ ദൈവകരുണയുടെ തിരുനാളായി നാം ആഘോഷിക്കുകയാണല്ലോ. ദൈവവും കർത്താവുമാ എന്ന നിലയിൽ ഈശോയുടെ ഏറ്റവും മഹത്വപൂർണവും നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹപ്രദവും മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കൃപകൾ ചൊരിയുന്നതുമായ ഒരു വലിയ തിരുനാളാണ് ദൈവകരുണയുടെ തിരുനാൾ. ദൈവകരുണയുടെ തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ തിരുനാളിൻ്റെ ആഴങ്ങൾ നാം ഗ്രഹിക്കണമെങ്കിൽ ദൈവകരുണയുടെ ആഴങ്ങൾ നാം മനസ്സിലാക്കണം. ദൈവകരുണയെപ്പറ്റി നൂറുകണക്കിനുള്ള സന്ദേശങ്ങൾ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊരു ചെറിയ സന്ദേശം, ഈശോയുടെ ദൈവകരുണയെപ്പറ്റിയുള്ള ഒരു ചെറിയ സന്ദേശം ശ്രവിച്ചുകൊണ്ട് ഈ ടോക്ക് തുടങ്ങാം. ഈശോ പറയാണ്, എൻ്റെ കരുണയിൽ ശരണം വയ്ക്കുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലുള്ള കൃപാവരങ്ങൾ ഞാൻ അവർക്ക് നൽകുന്നു. ഡയറി 654 പറയുന്ന ഈ വാഗ്ദാനം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു സത്യമാണ്. ഈ വാഗ്ദാനം റോമ 5:20 പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന വചനവുമായി നാം ചേർത്ത് വായിച്ചാൽ, ഈ കാലഘട്ടത്തിൽ പാപം പെരുകി ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാനും വിശുദ്ധിയിൽ നയിക്കാനും ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയൊരു കൃപാമഹത്വമാണ് ദൈവകരുണ എന്നത്. അതെ, നമ്മെ വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കൃപാമഹത്വമാണ് ദൈവകരുണ. അങ്ങനെ കൃപയിൽ ജീവിക്കാനും വിശുദ്ധരാകാനും ആഗ്രഹിക്കുന്ന ആളുകളോട് ഈശോ പറയുന്നത് ഇതാണ്: എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലം സമാധാനം കണ്ടെത്തിയില്ല. ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവകരുണയുടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കടന്നു ചെല്ലണം. ഈശോ ദൈവകരുണയുടെ സന്ദേശങ്ങൾ നൽകുക മാത്രമല്ല, കരുണയിലേക്ക് കടന്നു വരാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുക മാത്രമല്ല, കരുണയിലേക്ക് കടന്നു വരുവാനുള്ള അനേകം വഴികളും അവിടെ നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ദൈവകരുണയുടെ തിരുനാൾ. എന്നിട്ട് ഈശോ പറയാണ്, എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായർ ദൈവകരുണയുടെ തിരുനാളായി കൊണ്ടാടണം, സാഘോഷം കൊണ്ടാടണം എന്നാണ് എൻ്റെ അഭിലാഷം എന്ന് ഈശോ വെളിപ്പെടുത്തുക. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഈശോയുടെ ഈ സന്ദേശത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഏപ്രിൽ 30, 2000 ഈ തിരുനാളിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയും പിന്നീട് പൂർണ്ണ ദണ്ഡോപമോചനം നൽകി ഈ തിരുനാളിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ തിരുനാളിൻ്റെ പ്രാധാന്യം എന്നത് ഈ തിരുനാൾ വഴി മനുഷ്യന് ലഭിക്കുന്ന മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കരുണയുടെ പ്രവാഹമാണ്. നമുക്കറിയാം, തിരുസഭയിലെ ഓരോ തിരുനാളും ആത്മാക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ വിരുന്നാണ്, കൃപകളുടെ വിരുന്നാണ്. ഇവയിൽ ഈശോയുടെ തിരുനാളുകളാണ് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുതന്നെ ഈശോയുടെ ജന്മത്തിരുനാളായ ക്രിസ്മസും ഈശോ ഉത്ഥാനം ചെയ്ത ഈസ്റ്ററിൻ്റെ തിരുനാളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്കറിയാം, ദൈവകരുണയുടെ തിരുനാളും ഈസ്റ്ററുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായർ എന്നത് ഈസ്റ്ററിൻ്റെ 8ാം ഇടമാണ്. ഇംഗ്ലീഷിൽ ഒക്ടേവ് എന്ന് പറയുന്ന 8ാം ഇടം ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അറിയപ്പെടുന്നത്. പഴയ നിയമത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 8ാം ദിവസം ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പരിച്ഛേദനം ചെയ്ത് ആ കുഞ്ഞിന് പേര് നൽകുകയും അവനെ അപ്പൻ്റെ വംശത്തിൽ ചേർക്കുകയും ചെയ്തിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി നാം വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദിമസഭയിൽ സ്നാനം സ്വീകരിച്ചവർ ഈസ്റ്ററിൻ്റെ 8ാം ഇടം വരെ തങ്ങൾ സ്വീകരിച്ച വിശുദ്ധീകരണ കൂദാശയുടെ അടയാളമായി വെള്ളവസ്ത്രം ധരിച്ചിരുന്നു. ഇതും ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയായിരുന്നു. പഴയ നിയമ ജനതയും ആദിമസഭയും ദൈവവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടതുപോലെ ഈസ്റ്ററിൻ്റെ 8ാം ഇടമായ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമുക്കും ദൈവമായി ഒരു വിശുദ്ധിയുടെ ഉടമ്പടി ഏർപ്പെടാം. പ്രിയപ്പെട്ടവരെ,
നാം പൂർണ്ണ വിശുദ്ധിയിലും ജീവിക്കാനുള്ള എല്ലാ കൃപകളും ദൈവകരുണയുടെ തിരുനാളിലൂടെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. മനുഷ്യന് വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നൽകുന്ന ഈ കൃപകളുടെ സമാഹാരം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. ഡയറി 699 ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് നൽകിയ സന്ദേശപ്രകാരം ഈ ദൈവകരുണയുടെ തിരുനാളിലൂടെ 5 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. 1, അന്നേ ദിവസം കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് സമ്പൂർണ്ണ പാപങ്ങളുടെ മോചനവും പാപശിക്ഷകളുടെ മോചനവും നൽകുന്നു. They shall obtain complete forgiveness of sins and punishment എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് പാപകടങ്ങളും പാപത്തിന് ക്ഷമയും ഒരുമിച്ച് കിട്ടുന്ന ഒരു വലിയ വിടുതലാണ് ഇതിലൂടെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ദൈവങ്ങളുടെ തിരുനാളിലൂടെ ലഭിക്കുന്ന പൂർണ്ണ ദണ്ഡോമോചനവുമായി ബന്ധപ്പെട്ടാണ് ഇത് ഈശോ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അന്നേ ദിവസം ദൈവിക വരപ്രസാദം ഒഴുകുന്ന എല്ലാ പ്രളയചാലുകളും ഞാൻ തുറന്നുവിടുമെന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫ്ലഡ് ഗേറ്റ്സ് വിൽ ബി ഓപ്പൺഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇടുക്കിയിൽ ചെറുതോണി ഡാം സന്ദർശിച്ചവർക്കൊക്കെ അറിയാം, ആ ഡാമിൻ്റെ വെള്ളം കൂടുമ്പം അത് തുറന്നുവിടുന്ന ഷട്ടറുകളുണ്ട്. അതിന് ഫ്ലഡ് ഗേറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും ഈശോ ഈ തിരുനാളിൽ അവിടുത്തെ കരുണയെ ആശ്രയിക്കുന്ന ആളുകളിലേക്ക് ഈ കരുണയുടെ പ്രവാഹം, അതായത് ഈ ഫ്ലഡ് ഗേറ്റ്സ് പ്രളയചാലുകളാണ് തുറന്നുവിടുന്നത്. മൂന്നാമത്തെ സന്ദേശം, അന്നേ ദിവസം എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ എൻ്റെ അനുകമ്പാർന്നമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കുകയും പ്രസാദവരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം, ദൈവം ഇവിടെ നമ്മളിലേക്ക് ഒഴുക്കുന്നത് പ്രസാദവരത്തിൻ്റെ ഒരു കടലാണ്. നാലാമത്തെ വാഗ്ദാനം, ദൈവകരുണയുടെ തിരുനാൾ ദിവസം എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിനപാപികൾക്കും അഭയവും സംരക്ഷണവുമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഠിനപാപികൾ എന്ന് പറയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട പാപികളല്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള കഠിനപാപികൾ, ഈശോയെ അറിയാത്തവർ, ഈശോയുടെ അടുക്കാൻ സാധിക്കാത്ത പാപികൾക്ക്, അവരെയും ഈശോയ്ക്ക് തൊടാനും സൗഖ്യപ്പെടുത്താനും സാധിക്കും. നിങ്ങളവരെ ദൈവകരുണയുടെ നൊവേനയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, അവരെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെയും ഈശോയ്ക്ക് അവരിലേക്ക് കരുണ ഒഴുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ ഈ വാഗ്ദാനം കഠിനപാപികൾക്കും അഭയവും സംരക്ഷണവുമായി തീരാൻ ഈശോ ആഗ്രഹിക്കുന്നു. അഞ്ചാമത്തെ വാഗ്ദാനം, അതായത് പാപത്തിൻ്റെ കാഠിന്യം മൂലം ദൈവകരുണയിൽ ശരണപ്പെടുത്താൻ ഒരു ആത്മാവിനെയും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു വാഗ്ദാനമാണ്. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. അതായത് മാനസാന്തരപ്പെട്ട ഒരു കഠിനപാപി തൻ്റെ പാപത്തിൻ്റെ കാഠിന്യം തിരിച്ചറിയുമ്പോൾ ദൈവത്തിലേക്ക് അടുക്കാൻ മടിക്കരുത് എന്നാണ് ഈശോ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. അതായത് ഏറ്റവും വലിയ പാപിയെയും പൂർണ്ണമായി വിശുദ്ധീകരിക്കാൻ കൃപകളുടെ വൻകടലും എല്ലാ ചാലുകളും ദൈവകരുണയുടെ തിരുനാൾ ദിവസം നമുക്കായി ദൈവം തുറന്നു തരികയാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഈ സത്യം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഈശോ പറയാണ്, മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര അധികം ഉന്നതമാണ്. അത് നിത്യതയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം മാത്രം, ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം നാം വിശ്വസിക്കുകയും അതിലാശ്രയിക്കുകയും ശരണപ്പെടുകയും ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവകരുണയുടെ തിരുനാൾ ദിവസം എല്ലാ വാതിലുകളും, എല്ലാ കൃപയുടെ വാതിലുകളും തുറന്നു എന്ന് ഈശോ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം, നമുക്ക് കൂദാശകൾ വഴി ലഭിക്കുന്ന കൃപകൾക്ക് അതീതമായി, കൂദാശ അതീതമായി ലഭിക്കുന്ന കൃപകളും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഇനി ദൈവം നൽകിയിരിക്കുന്ന ഈ വാഗ്ദാനം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാൻ സാധിക്കും? എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും? കൃപകൾ സ്വീകരിക്കാൻ 5 വഴികളാണ് നമ്മോട് ഈശോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, തിരുനാളിന് ഒരുക്കമായി നടത്തുന്ന 9 ദിവസത്തെ ദൈവകരുണയുടെ നൊവേന ദുഃഖമുള്ളി മുതൽ ആരംഭിക്കുക. 9 ദിവസത്തെ ദൈവകരുണയുടെ നൊവേന വഴി ലോകത്തിലുള്ള സകല ആത്മാക്കളെയും 9 ഗണങ്ങളായി തിരിച്ച് നാം ദൈവകരുണയിലേക്ക് സമർപ്പിക്കുകയാണ്. രണ്ടാമത്തേത്, ദൈവകരുണയിൽ ആശ്രയിക്കുന്ന നമുക്ക്
ദൈവകരുണയുടെ ഒരു മനോഭാവം ഉണ്ടാവണം. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ബാധ്യസ്ഥരാണ്, കരുണ കാണിക്കുന്നവരാകണം. എങ്കിൽ മാത്രമേ നമുക്ക് കരുണ ലഭിക്കുകയുള്ളൂ. മൂന്നാമതായി, ദൈവകരുണയുടെ തിരുനാൾ ദിവസമോ അതിനു മുമ്പോ നല്ല ഒരു കുമ്പസാരം നടത്തി പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രസാദപര അവസ്ഥയിലായിരിക്കുക. നാലാമത്തെ കാര്യം, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പൂർണ്ണ ദണ്ഡമോചനം നാം അന്ന് നേടിയെടുക്കണം. പൂർണ്ണ ദണ്ഡമോചനം എന്ന് പറയുമ്പോൾ സഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൃപകളാണ്. അത് ലഭിക്കാനുള്ള താക്കോല് എന്ന് പറയുന്നത് പ്രസാദപര അവസ്ഥയിൽ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. അതായത് ഒരു സ്വർഗസ്നായ പിതാവേ, ഒരു നന്മ നിറഞ്ഞവരുമേ, ഒരു ത്രിത്വസ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭണ്ഡാകാരത്തിൽ നിന്നുള്ള കൃപകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി അഞ്ചാമതായി, തിരുനാൾ ദിവസം ദൈവകരുണയുടെ ഛായാചിത്രത്തെ വണങ്ങുകയും ദൈവകരുണയുടെ ഈശോയെ ആരാധിക്കുകയും ഈശോയെ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന ശരണത്തിൻ്റെ പ്രകടനം ഏറ്റുപറയുകയും ചെയ്യണം. ഇങ്ങനെ 5 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവകരുണയുടെ തിരുനാളിൽ ഒരുക്കിയിരിക്കുന്ന ഈ കൃപകൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. ഈശോ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളാണെങ്കിലും അവയോടൊപ്പം കരുണയുടെ പ്രവൃത്തികളും ഉണ്ടാകണം. സാഘോഷം തിരുനാൾ ആഘോഷിച്ചും ഛായാചിത്രത്തെ വണങ്ങിയും ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. ഈ ചിത്രത്തിലൂടെ നിരവധി പ്രസാദവരങ്ങൾ ഞാൻ ആത്മാക്കളിലേക്ക് ഒഴുക്കും എന്നാണ് ഡയറി 742 അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ തിരുനാളെന്നാണ് നാം വിളിക്കുന്നത്. എന്തുകൊണ്ട്? 5 കാര്യങ്ങൾ കൊണ്ടാണ് തിരുനാളുകളുടെ തിരുനാളെന്ന് വിളിക്കുന്നത്. ഒന്ന്, ഈ തിരുനാൾ ലോകത്തിലെ സകല ആത്മാക്കളുടെയും തിരുനാളാണ്. കാരണം നമ്മൾ ദൈവകരുണയുടെ നൊവേനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ദുഃഖവെള്ളി മുതൽ 9 ദിവസത്തെ നൊവേനയിൽ ലോകത്തിലുള്ള സകല ആത്മാക്കളെയും 9 ഗണങ്ങളായി തിരിച്ച് അവരെ ഈശോയുടെ തിരുഹൃദയം വഴി ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് നാം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, 8-ാം ദിവസത്തെ നൊവേനയിൽ നാം ശുദ്ധീകരണ സ്ഥല ആത്മാക്കളെയാണ് സമർപ്പിക്കുന്നത്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരണമടഞ്ഞവരുമായ എല്ലാ ആത്മാക്കളെയും, ലോകത്തിലുള്ള സകല ആത്മാക്കളെയും ഈ തിരുനാൾ ദിവസം നാം ദൈവകരുണയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, സുറിയാനി സഭകൾക്ക് ദൈവകരുണയുടെ തിരുനാൾ ഒരു ഇരട്ടി മധുരമാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായർ പുതുഞായറായി ആഘോഷിക്കുന്ന സുറിയാനി സഭകൾക്ക് ദൈവകരുണയുടെ തിരുനാൾ ഒരു ഇരട്ടി മധുരമാണ് എന്ന് പറയാൻ കാരണം, ദൈവകരുണയുടെ ഈശോ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അതേ രീതിയിലാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഉയർപ്പിക്കപ്പെട്ട ഈശോയെ വിശുദ്ധ തോമാസ് ലീഹായോടൊപ്പം കണ്ടുമുട്ടുന്നത്. ദൈവകരുണയുടെ ഈശോയെ, അതായത് ഉയർപ്പിക്കപ്പെട്ട ഈശോയെ കണ്ടുകൊണ്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് ദൈവകരുണയുടെ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന തോമാസ് ലീഹായെ നാം സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നു. അതുകൊണ്ട് വിശുദ്ധ തോമാസ് ലീഹായുടെ മധ്യസ്ഥതയിൽ അത് ആഘോഷിക്കുമ്പോൾ ആണ് അത് ഇരട്ടി മധുരമായി മാറുന്നത്. മൂന്നാമത്തെ കാര്യം, ദൈവകരുണയുടെ തിരുനാൾ 2ാം മാമോദീസായിട്ടാണ് പല ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. നമുക്കറിയാവുന്നതിന് കുമ്പസാരം എന്ന കൂദാശയിൽ എന്താ സംഭവിക്കുന്നത്? കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ നിത്യശിക്ഷ ഇളച്ചു ലഭിക്കുന്നു, മോചിക്കപ്പെടുന്നു. പക്ഷേ നമ്മുടെ കാലിക ശിക്ഷകൾ നമ്മുടെ പ്രയത്നം കൊണ്ട് നാം വീട്ടേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാമോദീസാൽ എന്ന കൂദാശയിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് വ്യത്യസ്തമായി നമ്മുടെ പാപങ്ങളും പാപകടങ്ങളും പൂർണ്ണമായി നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പാപത്തിലോട്ടുള്ള ചായ്വ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളിൽ നിന്ന് മാമോദീസായിൽ എന്ന കൂദാശ വഴി നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഒരു വ്യക്തി കുമ്പസാരിച്ചൊരുങ്ങുമ്പോൾ അയാളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷേ ദൈവകരുണയുടെ തിരുനാളിൽ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കൃപകൾ വഴി അവൻ്റെ പാപകടങ്ങളും പൂർണ്ണമായും ഇളച്ചു ലഭിക്കുന്നു എന്നാണ് ഈശോ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനം. അതുകൊണ്ടാണ് അതിനെ 2ാം മാമോദീസ എന്ന് പേര് ചൊല്ലി വിളിക്കുന്നത്. ഇനി 4ാമത്തെ കാര്യം, ദൈവകരുണയുടെ തിരുനാൾ ആത്മാക്കളുടെ പാപങ്ങൾ
പാപകടങ്ങളുടെ ഒരു വൺ ടൈം സെറ്റിൽമെൻ്റാണ്. നിങ്ങൾക്കറിയാം, ബാങ്കിൽ ലോൺ ഉണ്ടായിട്ട് ലോൺ അടയ്ക്കാൻ സാധിക്കാതെ കടത്തിൽ പെട്ടുകഴിഞ്ഞാൽ ബാങ്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു ഉപാധിയുണ്ട്. നിങ്ങൾക്കൊരു വൺ ടൈം സെറ്റിൽമെൻറ്റ് ചാൻസ്, ഒരു ഒറ്റ തീർപ്പ് കടം അടയ്ക്കുന്നതിനുള്ള ഒരു സാധ്യത ബാങ്ക് തരികയാണ്. അവിടെ നമ്മുടെ കടങ്ങൾ കുറച്ച് ഇളച്ചു കിട്ടുകയും ചെയ്യും. അത് നമുക്ക് അടയ്ക്കാൻ ഉള്ള ഒരു അവസരം ഒരുക്കുകയാണ് ഇന്ന്. നമുക്കറിയാം, പാപികളായ നാം എല്ലാ അടുപ്പിച്ച് കുമ്പസാരിക്കുമ്പോഴും നമ്മുടെ നിത്യശിക്ഷ ഇളച്ചു കിട്ടുന്നു. പക്ഷേ നമ്മുടെ പാപകടങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വലിയ പാപകടത്തിൻ്റെ കെണിയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നമ്മുടെ പാപകടങ്ങളെല്ലാം ഒറ്റയടിക്ക് ഇളച്ചു ലഭിക്കാനുള്ള ഒരു വൺ ടൈം സെറ്റിൽമെൻ്റാണ് ദൈവകരുണയുടെ തിരുനാൾ. കാരണം ഈശോ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ വഴി നമ്മുടെ പാപകടങ്ങൾ മോചിക്കപ്പെടുന്നു. പൂർണ്ണദണ്ഡമോചനം വഴിയും മറ്റെല്ലാ കൃപകൾ വഴിയും. ഇനി ദൈവകരുണയുടെ തിരുനാൾ ലോകം കണ്ടിട്ടുള്ളത് ഏറ്റവും വലിയൊരു എക്സ്ചേഞ്ച് മേളയാണ്. നമുക്കറിയാം, ഓണത്തിനും ക്രിസ്മസിനും നമ്മുടെ നാട്ടിൽ പല കടകളും നടത്തുന്ന എക്സ്ചേഞ്ച് മേള. അവിടെ എല്ലാം നമ്മുടെ ഉപയോഗശൂന്യമായ കേടുപാട് വന്ന വസ്തുക്കൾ കടകളിൽ കൊടുത്തിട്ട് നമ്മൾ പുതിയ സാധനങ്ങൾ വില കുറച്ച് വാങ്ങിക്കുകയാണ്. എന്നാൽ ഈശോ നൽകുന്ന ഈ എക്സ്ചേഞ്ച് മേളയിൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ രീതിയിൽ നമുക്ക് ഒരു വലിയ കൃപകളുടെ സമാഹാരമാണ് ലഭിക്കുന്നത്. ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞു, മകളെ, യഥാർത്ഥത്തിൽ നിന്റെ സ്വന്തമായത് ഇനിയും എനിക്ക് സമർപ്പിച്ചിട്ടില്ല. വിശുദ്ധ വീണ്ടും ഒത്തിരി വളരെ ശ്രമിച്ചിട്ടും ഈ എന്താണ് ഇനി സമർപ്പിക്കാനുള്ളതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ നികൃഷ്ടാവസ്ഥ എനിക്ക് തരിക, അത് നിന്റെ മാത്രം സമ്പാദ്യമാണ്. അതെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ മാത്രം സമ്പാദ്യമായ നമ്മുടെ നികൃഷ്ടാവസ്ഥ ഈശോയ്ക്ക് കൊടുക്കാം. ഒരു എക്സ്ചേഞ്ച് മേള നടക്കാം. നമ്മുടെ നികൃഷ്ടാവസ്ഥകളൊക്കെ ദൈവകരുണ ഈശോയ്ക്ക് നൽകിക്കൊണ്ട് ദൈവകരുണയുടെ തിരുനാളിൽ ലഭിക്കുന്ന കൃപകൾ നമുക്ക് പകരം വാങ്ങാം. പ്രിയപ്പെട്ടവരെ, ഈ 5 വിശേഷണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ദൈവകരുണയുടെ തിരുനാളിനെ തിരുനാളുകളുടെ തിരുനാൾ എന്ന് നാം വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയുടെ തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നതിനായി ഞാൻ ആദ്യം പറഞ്ഞ 5 കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. 1, 9 ദിവസത്തെ നൊവേന, ദൈവകരുണയുടെ നൊവേന, ദുഃഖവെള്ളി മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങുക. 2, വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുക. 3, കുമ്പസാരിച്ചൊരുങ്ങി പ്രസാദപര അവസ്ഥയിലായിരിക്കുക. 4, പൂർണ്ണ ദണ്ഡവിമോചനം നേടുക. 5, ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങിക്കൊണ്ട് ദൈവകരുണയുടെ ഈശോയെ ആരാധിക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണതയോടെയും വിശ്വസ്തയോടെയും പ്രസാദപര അവസ്ഥയിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.